കടലിനെ സാക്ഷിയാക്കി കല്ലിൽ ചരിത്രം കൊത്തിത്തീർത്ത നാടാണ് മഹാബലിപുരം എന്നത്. വരണ്ടു കിടക്കുന്ന കടൽക്കാറ്റടിക്കുന്ന മാമല്ലപുരത്തെ കരിങ്കലിൽ കൊത്തിയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞുപോയ കാലത്തിന്റെ മഹാശേഷിപ്പുകളെ കല്ലിൽ അടയാളപ്പെടുത്തിയതിനോളം വലിയ മറ്റൊരു അത്ഭുതവും ഇവിടെയില്ല. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ശില്പങ്ങളും മണ്ഡപങ്ങളും പാറ കൊത്തിത്തുരന്ന് പണിതീർത്ത കലാസൃഷ്ടികളും ജീവനുള്ളതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. ശില്പകലയുടെ തകർത്തെറിയാൻ കഴിയാത്ത മാതൃകകളായ സൃഷ്ടികളെല്ലാം ഒന്നിനൊന്ന് വിശേഷപ്പെട്ടവയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് പഞ്ചരഥങ്ങൾ. സൃഷ്ടിയുടെയും സർഗാത്മകതയുടെയും കഴിവിന്റെയും അതിലെല്ലാം ഉപരിയായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണത്തിന്റെയും പിൻബലത്തോടെയായിരിക്കണം കല്ലിൽ ഇക്കാണുന്ന ചരിത്രങ്ങൾ ഉയർന്നു വന്നത്. ഇന്നത്തെ വീഡിയോയിൽ പഞ്ചരഥങ്ങളുടെ പ്രത്യേകതകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാൻ ശ്രമിക്കാം. തമിഴ്നാട്ടിലെ ഏറ്റവും പുരാതന തുറമുഖമായ മാമല്ലപുരം എന്ന മഹാബലിപുരം ചരിത്രത്തിലേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥാനമാണ്. പല്ലവ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് മഹാബലിപുരത്ത് ഇന്ന് കാണുന്ന സ്മാരകങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കലകൾക്ക് പല്ലവർ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതിന്റെ കല്ലിൽ കൊത്തിയ അടയാളങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സമുദ്രനിരപ്പിൽ നിന്നും 12 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീരപ്രദേശം പല്ലവരാണ് ഇന്ന് കാണുന്ന രീതിയിൽ നഗരപ്രദേശമായി രൂപപ്പെടുത്തിയത്. 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള സമയത്താണ് ഇവിടുത്തെ ശില്പങ്ങളും കൊത്തുപണികളുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കാലത്തിനും അതീതമായി നിലകൊള്ളുന്നവയാണ് ഇവിടുത്തെ ഓരോ മണൽത്തരികളും. ഒരു ചരിത്രസ്ഥാനം എന്നതിനോടൊപ്പം ഒരു ശില്പകലാ വിദ്യാലയമെന്നും ചരിത്രകാരന്മാരും ഗവേഷകരും മഹാബലിപുരത്തെ കരുതുന്നുണ്ട്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇവിടുത്തെ അപൂർണമായ ശില്പങ്ങളാണ്. പൂർണ്ണമായ സൃഷ്ടികളുടെ അത്രയും തന്നെ അപൂർണമായ സൃഷ്ടികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക ശൈലി പിന്തുടരുന്നതിന് പകരം പല ശൈലിയിലുള്ള ശില്പങ്ങൾ ഇവിടെയുണ്ട്. മഹാബലിപുരത്തെ ഓരോ കലാസൃഷ്ടിയും ഓരോ അത്ഭുതം തന്നെയാണെങ്കിലും അതിലേറ്റവും മഹനീയമായത് പഞ്ചരഥങ്ങളാണ്. മിക്കപ്പോഴും മഹാബലിപുരത്തെ കാഴ്ചകളിൽ ആദ്യം കണ്ണു ചെല്ലുന്നതും ഈ രഥങ്ങളിലേക്ക് തന്നെയായിരിക്കും. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഈ 5 രഥങ്ങളും നിർമ്മാണ കഴിവിന്റെ അടയാളമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 7-ാം നൂറ്റാണ്ടിൽ മഹാബലിപുരം ഭരിച്ചിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെയും അദ്ദേഹത്തിന്റെ മകനായ നരസിംഹവർമ്മൻ ഒന്നാമന്റെയും കാലത്താണ് ഈ രഥങ്ങൾ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം. പഞ്ചപാണ്ഡവർക്കും പാഞ്ചാലിക്കും വേണ്ടി ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പഞ്ചരഥങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ 5-നും 5 തരത്തിലുള്ള നിർമ്മാണ ശൈലിയാണ് പിന്തുടർന്നിരിക്കുന്നത്. പഞ്ചരഥങ്ങൾക്ക് പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും പേര് നൽകിയിട്ടുണ്ടെങ്കിലും മഹാഭാരതവുമായി നിർമ്മിതികൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ചരിത്രവും പഠനങ്ങളും പറയുന്നത്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന സവിശേഷ നിർമ്മിതികളാണ് പഞ്ചരഥങ്ങളെങ്കിലും ഇവ അനക്കുവാനോ ചലിപ്പിക്കാനോ സാധിക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പിരമിഡ് ആകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ രഥങ്ങളെക്കാൾ ഉപരിയായി ചെറിയ ക്ഷേത്രങ്ങളോടാണ് ഇവയ്ക്ക് സാമ്യം. രഥങ്ങളിൽ ഏറ്റവും വലുത് സമർപ്പിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവരിലെ ഏറ്റവും മുതിർന്ന ആളായ യുധിഷ്ഠിരനാണ്. ഏറ്റവും ചെറുതാണ് പാഞ്ചാലിയുടേതെങ്കിലും ശ്രദ്ധേയമായ ധാരാളം ചിത്രപ്പണികളും കൊത്തുപണികളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. രഥങ്ങളിൽ കരുത്തുറ്റതയെന്ന് തോന്നിപ്പിക്കുന്നത് പാണ്ഡവരിലെ ശക്തനായ ഭീമനാണ് സമർപ്പിച്ചിരിക്കുന്നത്. 5 രഥങ്ങളിൽ 4 എണ്ണവും ഒറ്റ വരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും വടക്ക് ദിശയിൽ നിന്നും തെക്ക് ദിശയിലേക്ക് നോക്കുമ്പോൾ ഓരോ രഥങ്ങളുടെയും ഉയരത്തിൽ നേരിയ വർധനവ് കാണാൻ കഴിയും. ഇതിലെ പാഞ്ചാലിയുടെ രഥത്തിനുള്ളിൽ ഒരു ദുർഗാരൂപവും കാണാൻ സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. രഥങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ മറ്റൊരു കാര്യം ഇവിടുത്തെ നന്ദിശില്പമാണ്. സാധാരണ ശിവക്ഷേത്രത്തിന് മുന്നിലായാണ് ശിവവാഹനമായ നന്ദിയെ ശിവലിംഗത്തിലേക്ക് നോക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ മഹാബലിപുരത്ത് പഞ്ചരഥങ്ങളിൽ അർജുനരഥത്തിന് മുന്നിലായാണ് നന്ദിയുടെ രൂപമുള്ളത്. എന്നാൽ അർജുനരഥത്തിന് മുന്നിൽ ശിവലിംഗത്തിന്റെയോ ശിവക്ഷേത്രത്തിന്റെയോ യാതൊരു സൂചനകളും കാണുവാനുമില്ല. പഞ്ചരഥങ്ങൾക്ക് കാവലെന്ന പോലെയാണ് നന്ദിയുടെയും ഒരു ഗജവീരന്റെയും ശില്പങ്ങൾ ഇവിടെയുള്ളത്. എന്നാൽ ആനയുടെ കൂറ്റൻ ശില്പം അപൂർണമായാണ് ഇവിടെ കാണപ്പെടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാരുടെ വാഹനങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ കുത്തിയെടുക്കുന്നത് ഭാരത വാസ്തുവിദ്യയുടെ പതിവ് കാഴ്ചയാണ്. ഇവിടെ നന്ദിയും ആനയും രഥങ്ങളുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. പഞ്ചരഥങ്ങളിൽ ചില കൊത്തുപണികൾ ഇനിയും പൂർത്തിയാകാത്തത് കാരണം ഇതിനെ അപൂർണ നിർമ്മിതിയായാണ് കണക്കാക്കിയിരിക്കുന്നത്. നരസിംഹവർമ്മൻ രാജാവിന്റെ മരണമായിരിക്കും ഇതിനു കാരണമെന്നാണ് കരുതപ്പെടുന്നത്. ഭരണത്തിലെ മാറ്റം പോലും അപൂർണമായ വാസ്തുവിദ്യയുടെ കാരണമാകാമെന്നും ചരിത്രം സൂചിപ്പിക്കുന്നു.